പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് ഇറാനിലെ നഗരങ്ങളിലേക്ക് വ്യാപക ആക്രമണം നടത്തിയ അമേരിക്ക ഇറാനുമേൽ ട്രംപിന്റെ ഭീഷണി ഉയർന്നതിന് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം ശക്തമാക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടച്ചാണ് ഇറാന്റെ പ്രതികരണം. ഇതുവഴി ഒരു കപ്പലും കടത്തിവിടില്ലെന്നും സഞ്ചരിച്ചാൽ അത് ശത്രുവിനെ സഹായിക്കുന്നതായി കണക്കാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഒമാൻ തീരത്ത് US മിസൈൽ ആക്രമണത്തിൽ ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലിന് തീപിടിച്ച് 3 ഇന്ത്യക്കാരെ കാണാതായി. അതിൽ 2 പേർ മരിച്ചെന്നാണ് സൂചന. കപ്പലിലെ 24 ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. അതിൽ 21 പേരെ രക്ഷിച്ചു. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, നമുക്ക് ആദ്യം ആ കപ്പൽ ആക്രമണത്തിലേക്ക് വരാം. അതിനകത്ത് മുഴുവൻ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ആദ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാര്യങ്ങൾ കൈവിടുന്ന ഇതിനിടയിലാണ് 24 ഇന്ത്യക്കാരുണ്ടായിരുന്ന എണ്ണക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. സെറ്റോബെലോ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിൽ 3 പേരെ കാണാതായിരുന്നു. 2 പേർ മരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2 ഇന്ത്യക്കാർ മരിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരാളെ കാണാതായിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 21 പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഈ സംഘർഷം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ എണ്ണക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. അമേരിക്കയും ഇറാനും ഒരുപോലെ ഹോർമുസിൽ നിലപാട് കടുപ്പിക്കുകയാണ്. ഇറാൻ്റെ അധികാരത്തിലുള്ള കപ്പലുകളൊന്നും കടത്തിവിടില്ല, ഈ സൈനിക ഉപരോധം തുടരുമെന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാനിലേക്ക് നേരത്തെ ഉണ്ടായ ആക്രമണങ്ങളിൽ അതിനുള്ള തിരിച്ചടി എന്നോണമാണ് ഹോർമുസ് പൂർണ്ണമായി അടച്ചുകൊണ്ടുള്ള ഇറാൻ്റെ തിരിച്ചടി. ആ തരത്തിൽ ഇറാനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുവഴി കപ്പലുകൾ കടന്നുപോയാൽ അത് ശത്രുവിനെ സഹായിക്കുന്നതായി കണക്കാക്കും. ഏത് രാജ്യത്തിൻ്റെ കപ്പലുകൾ എന്ന് നോക്കില്ല, ആ കപ്പലുകളെ ആക്രമിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെ ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം നടന്നിരുന്നു. അവരുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ച് ഇട്ടത് മുതലാണ് ഈ തർക്കം രൂക്ഷമാകുന്നത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലബനനിലേക്കുള്ള ആക്രമണം രൂക്ഷമാകുകയും ചെയ്തു. ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് ലബനൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. ഇതോടുകൂടി ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു. സമാധാന കരാർ, താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഈ ബന്ദർ അബ്ബാസിന് പുറമെ സിരിക്ക്, മിനാബ്, കേഷം ദ്വീപ്, ഹെമ്മം ദ്വീപ്, ഗോർഗാൻ തുടങ്ങി ഈ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അവിടങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ ആക്രമണം നടക്കുന്നുണ്ട്. ഇറാൻ്റെ തെക്കൻ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത്. നേരത്തെ ഈ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ എണ്ണോൽപാദന കേന്ദ്രങ്ങളും അവരുടെ പ്ലാന്റുകളുമാണ് ആക്രമിക്കപ്പെട്ടതെങ്കിൽ പിന്നീട് അത് ഈ വാട്ടർ ടാങ്കുകളും, വലിയ വലിയ വാട്ടർ ടാങ്കുകളും അങ്ങനെയുള്ള ശുദ്ധജല പ്ലാന്റുകളും ഒക്കെ തന്നെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് അമേരിക്കയുടെ ആക്രമണം മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കപ്പെടുത്തുന്ന കാര്യവും അതുതന്നെയാണ്. ഇറാനാകട്ടെ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഏറ്റവും ഒടുവിൽ അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അമേരിക്ക വലിയ വില നൽകേണ്ടി വരും, സൈന്യത്തെ പിൻവലിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. എണ്ണവിലയും ഗണ്യമായി ഉയരുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വില പരിശോധിച്ചാൽ ജൂൺ 9-ന്, അതായത് ഒരു ദിവസം മുൻപ് ഉണ്ടായിരുന്നത് ബാരലിന് $65 എന്ന നിലയ്ക്ക് വരെ എത്തിയ എണ്ണവിലയാണ് ഇപ്പോൾ അത് $95 എന്ന നിലയിലേക്ക് മാറുകയാണ്. അത് വിപണിയിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നതിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ വിപണിയൊക്കെ സംബന്ധിച്ച് 3 തവണയാണ് ഇപ്പോൾ അടിക്കടി പാചകവാതക സിലിണ്ടറിനൊക്കെ വില കൂട്ടിയത്. പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തവണ പാചകവാതക സിലിണ്ടറിനും 2 തവണ ഗാർഹിക സിലിണ്ടറിനും വില കൂട്ടുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നോക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓഹരി വിപണിയിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുക. അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ വിപണിക്ക് ഈ യുദ്ധം കൊണ്ട് അങ്ങനെ ഒരു നഷ്ടമുണ്ടായില്ല. പക്ഷേ അവർക്ക് അമേരിക്കയെ സംബന്ധിച്ച് ചിലവ് കൂടുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള എതിർപ്പുണ്ട്. US കോൺഗ്രസിൻ്റെ അനുമതിയില്ല യുദ്ധത്തിലേക്ക് പോകുന്നതിന്. പക്ഷേ ട്രംപ് കഴിഞ്ഞ ദിവസവും കൂടി ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രഖ്യാപനം യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഇറാനെ ഇല്ലാതാക്കാനുള്ള അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, പശ്ചിമേഷ്യയിൽ ഭീതി വരുത്തിയ നേതാവ് ജീവനോടെ ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊരു ഭീഷണിയായി കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏതായിരുന്നാലും അതിന് തൊട്ട് പിന്നാലെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. അത് സംബന്ധിച്ച് സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം വരുന്നു. കപ്പൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അത് 24 ഇന്ത്യക്കാരുണ്ടായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും വലിയ ഗൗരവമുള്ള വിഷയമായി അവശേഷിക്കുന്നുണ്ട്. ഹരി, യെസ്, അത് വ്യക്തമാണ്. അത് പക്ഷേ അതോടൊപ്പം തന്നെ വിനോദ്, ഏകദേശം 20%
എണ്ണയും പാചകവാതകവും ഒക്കെ കടന്നു പോകുന്നതാണല്ലോ ഈ ഹോർമൂസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട്. അത് കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ടാൽ പോലും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് നമുക്കറിയാം. അതിന് മുന്നേ ഇതിനുള്ളൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയതുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ തരം പ്രതിസന്ധികൾ ഉണ്ടായതെന്ന് നമുക്ക് കണ്ടതാണ്. അതേ സാഹചര്യത്തിലേക്ക് വീണ്ടും കടക്കുമെന്ന് വേണോ കണക്കാക്കാൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ഈ പാചകവാതകത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില കൂട്ടുന്നു, വാണിജ്യ സിലിണ്ടറിന് 2 തവണ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം, CNG വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ തരത്തിൽ രാജ്യത്ത് വില വർദ്ധിക്കുകയും അതിന് ഒരു ന്യായീകരണം എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടായത് യുദ്ധം തന്നെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായത് എന്നതാണ്. മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഈ കാർ പൂളിംഗ് പോലുള്ള കാര്യങ്ങൾ, ഈ പൊതുഗതാഗത സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നതാണ്. അതായത് വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. ഏത് നിമിഷവും വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത രാജ്യം മുന്നിൽ കണ്ടിരുന്നു എന്ന് തന്നെയാണ്. ഏതാണ്ട് ഇപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. അമേരിക്കയുടെ ഒരു വെല്ലുവിളി എന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കൽ എന്നത് ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതായി എന്ന് ട്രംപ് പറയുന്നു. അവരുടെ വ്യോമ സംവിധാനവും അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ വലിയ കുറവുണ്ടായി, അതില്ലാതായിരിക്കുന്നു. അവരുടെ നാവികശേഷി പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വെറും സംസാരം മാത്രമാണുള്ളത്, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ശക്തമായ പ്രതിരോധത്തിനോ ആക്രമണത്തിനോ ഒക്കെ മുതിരാൻ പറ്റുന്ന തരത്തിലല്ല ഇറാൻ ഇപ്പോൾ ഉള്ളതെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ നേരത്തെ പ്രതീക്ഷിച്ചതുമാണ്. അമേരിക്ക ഈ വെടിനിർത്തൽ എന്നത് ഇടയ്ക്ക് കൊണ്ടുവന്നത് തന്നെ ഈ വീണ്ടും ഒരു ആക്രമണം തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു. ആദ്യം ഈ യുദ്ധം തുടങ്ങുന്നത് 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കുമെന്നൊരു വെല്ലുവിളിയോടുകൂടിയായിരുന്നു. പക്ഷേ അത് 100 ദിവസം പിന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 104 ദിവസത്തിലേക്ക് എത്തുകയാണ് യുദ്ധം. അവിടെ ഇറാൻ്റെ ആയുധശേഷി അളക്കുന്നതിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആദ്യഘട്ടത്തിൽ പിഴച്ചു എന്നത് വ്യക്തമാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ അവർ കൂടുതൽ തയ്യാറെടുക്കുന്നു. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ഇറാനിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. അവിടെ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടക്കുമ്പോൾ, അവിടുത്തെ ജനങ്ങളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ അത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി മറ്റ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ആശങ്ക അവശേഷിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾക്ക് മേൽ തങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ ഇറാൻ പറഞ്ഞതും അത് വ്യക്തമായതുമാണ്. അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മലയാളികൾ വളരെയധികം താമസിക്കുന്ന ഇന്ത്യക്കാർ ധാരാളമുള്ള ഗൾഫ് മേഖലയിൽ ഇനി എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ചുള്ള ആശങ്ക വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ഹരി, പല രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് ഗൾഫ് മേഖലയിലുള്ള സാഹചര്യം. അതിലെങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് സംബന്ധിച്ചും, ഇനി ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് ശക്തമാകുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ നിൽക്കുകയാണ്. അതാണ് ഒരു സാഹചര്യം. അതിനിടയിലാണ് ഇപ്പോൾ ഒമാൻ തീരത്ത് US-ൻ്റെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ 3 ഇന്ത്യക്കാരെ കാണാതാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 24 ഇന്ത്യക്കാരാണ് അതിൽ കപ്പലിലുണ്ടായിരുന്നത് എന്നുള്ളത്. അതിൽ 2 പേർ മരിച്ചെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി, ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നുണ്ട്. വിനോദ്, ഒരു ചോദ്യം കൂടി. ഇപ്പോൾ പ്രധാനമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുദ്ധം ഏകദേശം 100 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത്രയൊക്കെ നീണ്ടു പോകുമോ എന്നുള്ളത് നമ്മൾ ആദ്യം ആശങ്കയുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങോട്ടേക്ക് പോയെന്ന് നമുക്കറിയാം. ഇപ്പോൾ 104 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായി പിടിച്ചു നിൽക്കുന്നു എന്ന് വേണം തന്നെ പറയാം. ഇപ്പോൾ അമേരിക്ക ഇറാനെ വില കുറച്ച് കണ്ടു എന്നത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇത്രയധികം യുദ്ധശേഖരണം ഇറാൻ്റെ പക്കൽ ഉണ്ടാകും എന്നുള്ളത് അമേരിക്ക പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അവിടെ നിന്നുകൊണ്ടാണ് ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കലും അടിക്കിടി തിരിച്ചടി എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുന്നത്. ഇതിപ്പോൾ വല്ലാത്തൊരു സംഘർഷ സാധ്യതയിലൂടെ നിൽക്കുകയാണ്. ഈ വില കുറച്ച് കണ്ടത് തിരിച്ചടിയായി അമേരിക്കയ്ക്ക് എന്ന് വേണം തന്നെ വിശദീകരിപ്പിക്കാൻ. ഹരി, അങ്ങനെ വേണം കരുതാൻ. കാരണം ആദ്യത്തെ വെല്ലുവിളി എന്നത് 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നതായിരുന്നു. ഒരുപക്ഷെ US കോൺഗ്രസിൻ്റെയൊക്കെ അനുമതി ഇല്ലാതെ തന്നെ, അങ്ങനെ ദീർഘകാലത്തെ യുദ്ധത്തിനാണെങ്കിൽ അങ്ങനെയുള്ള അനുമതികൾ ആവശ്യമാണ്. പക്ഷേ സെനറ്റിൻ്റെയൊക്കെ തന്നെ അനുമതി ഇല്ലാതെ ഈ യുദ്ധം വളരെ പെട്ടെന്ന് ഇറാൻ എന്ന ഒരു രാജ്യത്തെ പെട്ടെന്ന് തോൽപ്പിക്കാമെന്ന ആത്മവിശ്വാസം ട്രംപിനുണ്ടാകുന്നു. അത് മുഖവിലക്കെടുക്കുന്നത് ഇസ്രായേലിൻ്റെ വാക്കുകൾ കേട്ടാണ്, നെതന്യാഹുവിൻ്റെ വാക്കുകൾ കേട്ടാണ്. നെതന്യാഹു എല്ലാ കാലത്തും ഇങ്ങനെ ഈ ആക്രമണോത്സുക പ്രകടിപ്പിക്കുക ായിരുന്നു. വെടിനിർത്തലിൻ്റെ സാഹചര്യത്തിൽ പോലും ലെബനനിലേക്കും യമനിലേക്കും ഒക്കെ തന്നെ ആക്രമണം നടത്തുന്ന ഒരു രീതിയായിരുന്നു ഇസ്രായേലിൻ്റേത്. അവിടെ അമേരിക്കയിൽ ഇസ്രായേലിൽ വിരുദ്ധ വികാരവും ഒരു വശത്ത് വളർന്നു വരുന്ന സാഹചര്യമുണ്ട്. കാരണം 4 ആഴ്ച എന്ന് കരുതിക്കൊണ്ട് ആരംഭിച്ച യുദ്ധം 100 ദിവസം പിന്നിട്ടിട്ടും എങ്ങുമെത്താതെ അവശേഷിക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അത് നാണക്കേടാണ്. അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയൊരു വിഭാഗവും ഒക്കെ തന്നെ ഇതിന് എതിർപ്പുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ
അവിടെയാണ് ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ ശക്തമായി തിരിച്ചടിക്കുന്നു. അവിടെ റഷ്യയുടെ പിന്തുണയുണ്ട്, ചൈനയുടെ പിന്തുണ കിട്ടുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ആയുധത്തിൻ്റെ ഒരു ശേഷി വലിയ തോതിൽ കിട്ടുന്നു എന്ന വിലയിരുത്തലൊക്കെ വരുന്നത്. അങ്ങനെ കരമാർഗം പോലും റഷ്യയിൽ നിന്ന് മറ്റ് പാതകളിലൂടെ ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തുന്നു, ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നു. ഏത് സാഹചര്യവും നേരിടാൻ ഇറാനെ സജ്ജമാക്കി റഷ്യയൊക്കെ ബാക്ക് ചെയ്യുന്നു എന്ന ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. അവിടെയാണ് ട്രംപ് തന്നെ ചൈനയിലേക്കൊക്കെ ചർച്ചയ്ക്ക് പോകുന്നത്. അതിന് തൊട്ട് പിന്നാലെ വ്ളാഡിമിർ പുടിൻ ചൈനയിലേക്ക് വരുന്നു. ചൈനയുമായി അമേരിക്ക വലിയ കരാറുകളിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത ദിവസം റഷ്യൻ പ്രസിഡന്റ് ചൈനയിലേക്ക് വന്ന് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ വലിയ രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ രണ്ട് ചേരിയിലേക്ക് മാറി നിൽക്കുന്ന കാഴ്ചകൾ പല ഘട്ടത്തിലുണ്ടായി. അവിടെ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ, അതിനുശേഷം തുർക്കിയിൽ നടന്ന ചർച്ചകൾ, അങ്ങനെ പലതരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ പല ഘട്ടങ്ങളിലായി നടന്നു. ഒമാൻ ഒരു ഘട്ടത്തിൽ ഈ മധ്യസ്ഥ രാജ്യമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൈവിട്ട് തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഒമാൻ്റെ തീരത്തു നിന്ന് പോലും കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന കാര്യം ഇപ്പോൾ ഇറാൻ പറയുന്നുണ്ട്. പെർഷ്യൻ കടലിടുക്കിലും ഒമാൻ്റെ തീരത്തും ഒക്കെ തന്നെ കപ്പലുകൾക്ക് പരിപൂർണമായി നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് IRGC പോകുന്നു, ഇറാൻ്റെ സൈനിക വിഭാഗം പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇവിടെ കാണേണ്ടത്. ഇനി ഇവിടെ എന്ത് സമവായം, ഇനി എന്ത് ചർച്ച എന്നതൊക്കെ തന്നെ വളരെ പ്രസക്തമായ ചോദ്യമായി വരികയാണ്. കാരണം ഇനിയൊരു ചർച്ചയ്ക്ക് പോലും സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള സാഹചര്യം ഉരുത്തിരിയുന്നു എന്നത് തന്നെയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ തന്നെ വ്യക്തമാക്കുന്നത് വളരെ ആരോഗ്യകരമായ ചർച്ച നടക്കുകയും മികച്ച ഒരു കരാറിലേക്ക് പോകാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. അത് ഇറാൻ ഇല്ലാതാക്കി. അവർ വെറുതെ സമയം കളഞ്ഞു. ഇനി ഒരു ചർച്ചയോ കരാറോ ഇല്ല, യുദ്ധം തന്നെയാണ്, ആ യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുന്നു എന്ന ട്രംപിൻ്റെ ഭീഷണി വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ ആക്രമിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ നടപടി ഉണ്ടാകുന്നത്. തിരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിൽ ഹോർമൂസ് പൂർണ്ണമായി അടച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വജ്രായുധമാണ് ഹോർമൂസ് എന്നത്. ആദ്യഘട്ടത്തിൽ ഇറാൻ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന നിലയുണ്ടായിരുന്നു. പിന്നീട് ഒന്നൊന്നായി അത് വിട്ടയക്കുകയായിരുന്നു. ആ സമയത്ത് പോലും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം പലപ്പോഴും ഉണ്ടായി. ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയുടെ കപ്പലും മറ്റുമൊക്കെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ആ വജ്രായുധം ഇറാൻ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നത് ഒരു തൽക്കാലത്തേക്കെങ്കിലും ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. അങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇറാൻ അവരുടെ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് കാർഡ്, അവരുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഹോർമൂസ് കടലെടുക്കാണ്. ആ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഇറാൻ അമേരിക്കയ്ക്ക് മറുപടി നൽകുന്നത്. ഒരു തരത്തിലുള്ള കപ്പലുകളും ആ വഴിയിലൂടെ പോകില്ല എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ഏത് കപ്പൽ അതിലൂടെ പോയാൽ പോലും അതൊരു ശത്രു കപ്പലായി, ശത്രു രാജ്യമായിട്ട് തന്നെ ആയിരിക്കും മാറുക. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സാഹചര്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം അമേരിക്ക ആവട്ടെ ഇറാനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖല സുരക്ഷിതമാണോ എന്നുള്ള നിർണായകമായ ഒരു ചോദ്യവും കൂടിയാണ് നിൽക്കുന്നത്. ഇതാണ് നിലവിലത്തെ വാർ അപ്ഡേറ്റ്. ഈ 104 ദിവസം കഴിയുമ്പോൾ നിലവിലത്തെ സാഹചര്യം അതാണ്. ദിവ്യ വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.